കനക ഗോൾഡൻ ഡയമണ്ട്സ് ഏഴൂർ റോഡ് തിരൂർ. കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി. മലപ്പുറം ജില്ലയിൽ ഇറച്ചിക്കാവശ്യമായ കന്നുകാലികളുടെ ലഭ്യതയ്ക്ക് പരിഹാരം കാണണമെന്നും മാംസവിലയിൽ ഏകീകരണം കൊണ്ടുവരണമെന്നും ഓൾ കേരള മീറ്റ് മർച്ചന്റ്സ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. മറ്റൊരു ജില്ലയിലുമില്ലാത്ത അനാവശ്യമായ കിടമത്സരവും അനുബന്ധ പ്രശ്നങ്ങളും ജില്ലയിലെ മാംസവ്യാപാരത്തെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. അയൽ ജില്ലകളിൽ കിലോയ്ക്ക് 400-നും 500-നും ഇടയിൽ ഇറച്ചി വിൽക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ 320-നും 340-നുമാണ് വിൽപ്പന. ഈ സാഹചര്യം മാംസക്കച്ചവടക്കാരെ നഷ്ടത്തിലേക്കും കടക്കെണിയിലേക്കും എത്തിച്ചിരിക്കുകയാണ്. മേഖലയെ സർക്കാർ സംരക്ഷിക്കണമെന്നും മാംസവില ഏകീകരിക്കാൻ അറവ് കച്ചവടക്കാരും തൊഴിലാളികളും സഹകരിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. കേരളത്തിൽ 14 ജില്ലകളിലും ഈ മാംസ കച്ചവടക്കാരും കന്നുകാലി കച്ചവടക്കാരും ഭയങ്കര പ്രതിസന്ധിയില്ല. കാരണം നമ്മള് ഈ കയറ്റുമതി കൂടുതലായിട്ട് ഇപ്പൊ വന്നതോടെ ഇന്ത്യക്ക് രണ്ടാം സ്ഥാനം ഈ ഇറച്ചി കയറ്റുമതി. അതിന് കൂടുതൽ കന്നു പോണതും നമ്മൾ ഈ കർണാടക, ആന്ധ്ര, തമിഴ്നാട്, ഒറീസ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. അപ്പൊ ഇത് ലഭ്യത കമ്മി വരികയാണ്. അപ്പൊ ഈ കയറ്റിപ്പോകുന്ന കന്ന് ഇറച്ചി കയറ്റി പോകാൻ വേണ്ടി അവിടെ തന്നെ 350-400 രൂപയ്ക്കാണ് ഈ കന്നുകളെ ഒക്കെ ആയിട്ടാണ് കയറ്റിപ്പോകുന്നത്. അപ്പോ ഇവിടെ നമുക്ക് മലപ്പുറം ജില്ലയെ പോലൊക്കെ ഒരു ജില്ലയാണ്. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വിലക്കുറവുള്ളൊരു ജില്ല മലപ്പുറം ജില്ലയാണ്. ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ 450 രൂപയാണ് കിലോ ഇറച്ചി, കോഴിക്കോട് 450 SP-ക്ക് 500 കൊടുക്കണം ഈ 2 സ്ഥലത്ത്. പാലക്കാട് 420-450 വില. നമ്മൾ മലപ്പുറം ജില്ലയിൽ ഇപ്പോഴും 340, 360, 350 ഒക്കെ ആയിട്ട് നിൽക്കുക. അപ്പൊ ഇതേ കന്ന് വാങ്ങിക്കൊണ്ട് തന്നെയാണ് ഈ മലപ്പുറം ജില്ലയിലെ അറുപത് കച്ചവടക്കാരും ഈ കന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെന്നും ഇങ്ങനെ സാധനം ലഭ്യത ഇല്ല എന്നാ ഇവിടെ ചെലവ് കണ്ടു. എന്നിട്ട് ഇത് നേത്തുന്ന പൈസ കൂട്ടി ഓരോ കച്ചവടക്കാരും നഷ്ടത്തിലും കടം വാങ്ങിയും ലോണും ഇതൊക്കെ എടുത്ത് കച്ചവടം പുറകിൽ പോയി വളരെയധികം പ്രയാസത്തിലാണ്. ഖാലിദ് മഞ്ചേരി, കുരിക്കൽ ശിഹാബ്, പി അബ്ദുൽ നാസർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി. മാറുന്ന ലോകം, മാറ്റത്തിനൊപ്പം.